ഹലോ ഗൈസ്, ഇപ്പോൾ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ നമ്മൾ ഇന്നും ഒരു ട്രിപ്പ് പോവുകയാണ് ഗൈസ്. തിരുവണ്ണാമല വരെ പോവുകയാണ്. എന്തിനാന്ന് ചോദിച്ചാൽ തിരുവണ്ണാമലയിൽ ആ മെയിൻ ടെമ്പിള് അമ്പലം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. സോ അത് കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. സോ നമുക്ക് എന്തായാലും ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയായിട്ടുണ്ട്. പോയി ഫുഡ് അടിച്ചിട്ട് ബസ് കയറി നമുക്ക് പോകാം. വീട്ടിൽ വണ്ടികൾ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നടന്നു തന്നെയാണ് ഫുഡ് അടിക്കാനും പോകണം. നടന്ന് തന്നെ നമ്മൾ ബസ് സ്റ്റാൻഡ് വരെ പോയി അവിടെ നിന്ന് ബസ് കയറിയിട്ട് വേണം നമ്മൾ തിരുവണ്ണാമല പോകാനായിട്ട്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ആദ്യം പോയി ഫുഡ് അടിക്കും. നമ്മുടെ ഇന്നത്തെ ഫുഡ് എഗ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അങ്ങനെ തിരുവണ്ണാമല ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. സോ ഇനിയിപ്പോൾ നമുക്കൊരു 1.5 കിലോമീറ്റർ നടക്കണം അമ്പലത്തിലേക്ക് എത്താനായിട്ട്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ആ കാണുന്നതാണ് കേട്ടോ അമ്പലം. നമ്മൾ എത്താറായിട്ടുണ്ട്. ആ കാണുന്നതാണ് അമ്പലം. നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഇനി ഒരു കുറച്ച് ദൂരം കൂടി നടക്കാനുണ്ട്. സോ ഗൈസ്, നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അല്ല ബി, നമ്മളങ്ങനെ നടന്ന് എത്തി ഗൈസ്. എത്തിപ്പോയി ഗൈസ്. ഗൈസ്, ഇത് ഒരു എൻട്രൻസ് ആയിരുന്നു. അപ്പം നമ്മുടെ ഇവിടെ ലോക്കലിലുള്ള ധനേന അറിയാലോ. ധനേനെ വിളിച്ച് നോക്കിയപ്പോൾ അവൻ പറഞ്ഞു അപ്പുറത്തെ സൈഡിലുള്ള ഫ്രണ്ട് എൻട്രൻസ് കൂടെ കയറിക്കോ, അതാണ് നല്ലതെന്ന് പറഞ്ഞു. സോ ഇതൊരു ശിവൻ്റെ അമ്പലമാണ് കേട്ടോ. ശിവൻ്റെ അമ്പലമാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ തീർത്ഥാടനത്തിനും കാര്യങ്ങൾക്കൊക്കെ വരാറുണ്ട്. സോ ഇതാണ് ഈ സൈഡിലുള്ള ഗോപുരം. ഇനി അപ്പുറത്തേക്ക് നമുക്ക് പോകും. നമ്മളങ്ങനെ മെയിൻ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. രാജഗോപുരത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. വരുന്ന വഴി നടുവിൽ ചന്ദനം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇവിടുത്തെ ആക്കാട് വലിയായിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ എന്തായാലും കയറി ഉള്ളിയാത്ത നമ്മളങ്ങനെ ഉള്ളിൽ പോവുകയാണ്. പേ ടു ഫ്രീ ദർശനം എന്താ സംഭവം എന്നറിയില്ല. പോയോ ഇത് നമ്മൾ ഏതൊക്കെയോ വഴിയോടെ പോകാനുണ്ടോ ഒരു ഐഡിയ ഇല്ല. നമ്മളെങ്ങടെ പോകണമെന്ന് അറിയാണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പോയോക്കാം ഗൈസ്. അപ്പം നമ്മളങ്ങനെ ഒരു റൗണ്ട് ദർശനം കഴിഞ്ഞു. ഒരു കോവിലിൽ കയറിയിട്ട് സ്വാമിനെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശിവനെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വഴിയുണ്ട്. എന്തായാലും പോട്ടെ ഗൈസ്. നമ്മളങ്ങനെ അടുത്ത ദർശനം കൂടി കഴിഞ്ഞിട്ടുണ്ട്. സ്വാമി ഏതാണെന്ന് എനിക്കറിയാൻ പാടില്ല, സോറി. അപ്പോൾ അടുത്തതും കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ലഡ്ഡും സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഇവിടെ ഉണ്ട്. സോ അത് മേടിക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ ഗൈസ്. നമ്മളങ്ങനെ ലഡ്ഡു മേടിച്ചിട്ടുണ്ട്. തുറന്നോ ഗൈസ്. ഇവിടെ നല്ല തിരക്കാണ് ഗൈസ്. ഗൈസ് ഇവിടെ അമ്പലക്കുളം ഒക്കെ ഉണ്ട് കേട്ടോ. ആയിട്ട് പിന്നെ ഇവിടെ ഒരു ഗോപുരത്തിൻ്റെ നമ്മൾ ഫ്രണ്ടിൽ കയറിയ ഗോപുരം ഉണ്ട്. അത് ഇതാ കാണുന്നത് നമ്മളെ ഫ്രണ്ടിൽ എൻട്രൻസ് വഴി വന്ന് രാജഗോപുരമാണ് ഗൈസ്. ഗോപുരത്തിന് ചുറ്റും ഫുൾ പ്രാവുകൾ പറക്കുകയാണ്. ഉള്ളിൽ പൂജ നടക്കുന്നുണ്ട്. ഗൈസ്, നമ്മളങ്ങനെ നെക്സ്റ്റ് 1000 പില്ലർ മണ്ഡപത്തിലേക്ക് വന്നിരിക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലം ഗൈസ്. സീനാണ്. ഇവിടെ ആരും കയറാറൊന്നുമില്ല എന്ന് തോന്നുന്നു. എന്തോ കല്യാണ മണ്ഡപത്തിൻ്റെ സെറ്റപ്പാണോ എന്താണെന്നൊന്നും അറിയാൻ പാടില്ല. പക്ഷെ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടെ കുറേ കുതിര ഇതൊക്കെ ഇതാക്കിയിട്ടുണ്ട്. മറ്റേ കാവടി ആടണതിൻ്റെ ആണെന്ന് തോന്നുന്നു. കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളങ്ങനെ ദർശനം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. സ്വാമിനെ ഉണ്ട് പ്രാർത്ഥിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ആരൊക്കെ കണ്ടതെന്നുള്ള അഭി പറയണ്ട. ആരൊക്കെ കണ്ടതെന്നൊക്കെ ചോദിച്ചാൽ അഭിക്കും വലിയ പിടുത്തൊന്നുമല്ല കഴിച്ചു. ഇവിടുത്തെ സ്വാമിമാരൊക്കെ ഭയങ്കര ഡിഫറെൻ്റാണ് രൂപങ്ങളൊക്കെ ഇപ്പോൾ. സോ നമ്മളിനി പോകട്ടെ ഗൈസ്. തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കട്ടെ ഗൈസ്. നമ്മളങ്ങനെ പോകും മുമ്പ് ജസ്റ്റ് ഒന്ന് കാപ്പി കുടിക്കാൻ ആവിനെ കയറിയത. ഇവിടെ ചെമ്പിൻ്റെ പാത്രത്തിലൊക്കെയാണ് കേട്ടോ ചായ കാപ്പി വന്നതാണ്. പെയിൻറ് പോയതല്ല, ചെമ്പ് തന്നെയാണ് കളറ്. അതിനി കാപ്പി ഒഴിച്ച് ഈ കളർ ആയതാണോ?
എന്തായാലും നല്ല ചൂടുണ്ട് ഗൈസ്, കുടിച്ചു നോക്കട്ടെ. നമ്മളങ്ങനെ തിരിച്ച് നടന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബസ് സ്റ്റാൻഡ് പിടിച്ചിട്ട് പോട്ടെ. സോ ഗൈസ് നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ഇവിടെ നല്ല മഴയാണ് ഗൈസ്. അതുകൊണ്ട് കുട പിടിച്ചിട്ടാണ് നമുക്ക് ഔട്ടർ എടുക്കാൻ പറ്റുള്ളൂ. സോ ഇതായിരുന്നു നമ്മൾ തിരുവണ്ണാമലൈ അമ്പലത്തിൽ പോയ വ്ളോഗ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന ജയങ്ങൾ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ 4 അടിപൊളി വ്ളോഗ് വരുന്നവരായിരിക്കും. ബൈ.